എല്ലാവർക്കും ദ്രോണാചാര്യ പെരുമ്പാവൂരിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് CSEB 9/3/2025 അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് നടത്താനിരിക്കുന്ന എക്സാമിനെ മുൻനിർത്തി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തിട്ടുള്ളത് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റിന് തന്നെയാണ്. എക്സാം ഹെൽഡ് ഓൺ 11/8/2024. ഈ എക്സാം മുതലാണ് അസിസ്റ്റൻറ്റ് സെക്രട്ടറി ചീഫ് അക്കൗണ്ടൻറ്റ് തസ്തികയിലേക്ക് CSEB ഓൺലൈൻ വഴി എക്സാം നടത്തി തുടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഷഫിൾ ചെയ്തിട്ടുള്ളതായിരുന്നു. എന്നാൽ നമ്മൾ ഈ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഗ്രൂപ്പായിട്ടാണ്. GK ആയിട്ട് ബന്ധപ്പെട്ട എല്ലാം ഒരുമിച്ചും, അതേപോലെ തന്നെ മാത്സ് ഒരുമിച്ചും, പിന്നെ ഇംഗ്ലീഷ് ഒരുമിച്ചും, സബ്ജക്റ്റ് ഒരുമിച്ചാണ്. എന്തായാലും കൃത്യമായിട്ട് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സുകൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ വരാനിരിക്കുന്ന എക്സാമിൻ്റെ ഏകദേശം ഒരു പാറ്റേൺ മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് കൃത്യമായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഈ ഒരു എക്സാം ഓൺലൈൻ വഴി ഷഫിൾ ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് കട്ട് ഓഫ് മാർക്കിൻ്റെ റേഞ്ച് 57, 58, 59 ആയിരുന്നു. എന്തായാലും അടുത്ത എക്സാമിന് മുന്നോടിയായിട്ട് തന്നെ നമുക്കൊരു കൃത്യമായിട്ടൊരു പ്രിപ്പറേഷന് വേണ്ടി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ് കൃത്യമായിട്ട് തന്നെ നമുക്ക് വാച്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസിസ്റ്റന്റ് സെക്രട്ടറി എക്സാമിൻ്റെ ബേസിക് GK ആൻഡ് കറണ്ട് അഫയേഴ്സ് പാർട്ടിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, who was elected as the president of the International Court of Justice on 6th February 2024? Option A, Nawaz Salam. Option B, Taghi Askari. Option C, Carter Dulles. Option D, Prabowo Subianto. 2024 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രസിഡൻ്റായി ഇലക്ട് ചെയ്യപ്പെട്ട വ്യക്തി ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. എന്താണ് ആൻസർ? ഓപ്ഷൻ എ, നവാസ് സലാം. 1945 ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസ് രൂപീകരിക്കുന്നത്. ഇതിൻ്റെ ആസ്ഥാനം നെതർലൻഡ്സിലെ ഹേഗ് ആണ്. പ്രസൻ്റ്ലി ഇന്ത്യക്കാരനായ ഒരു ജഡ്ജ് ഇന്റർനാഷണൽ കോർട്ട് ഓഫ് ജസ്റ്റിസിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആരാണ് അദ്ദേഹം? ദൽവീർ ഭണ്ഡാരി. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് കോസ്മോനട്ട് സ്പെൻഡ് ദ മോസ്റ്റ് ടൈം ഇൻ സ്പേസ്? ഓപ്ഷൻ എ, വലേരി വ്ളാഡിമിറോവിച്ച് പോളിയോക്കോവ്. ഓപ്ഷൻ ബി, അലക്സാണ്ടർ സുവറോവ്. ഓപ്ഷൻ സി, ഒലെഗ് കൊനോനെങ്കോ. ഓപ്ഷൻ ഡി, യൂറി ട്രിറ്റനോവ്. ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ സമയം ചെലവഴിച്ച കോസ്മോനട്ട് ആര് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ഒലെഗ് കൊനോനെങ്കോ. അപ്പോൾ ഓപ്ഷൻ എ തന്നിട്ടുള്ള വലേരി വ്ളാഡിമിറോവിച്ച് പോളിയാക്കോവ് എന്ന് പറയുന്നതും ഒരു കോസ്മോനട്ട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തെല്ലാം എന്ന് നോക്കാം. ഹി വാസ് എ സോവിയറ്റ് ആൻഡ് റഷ്യൻ കോസ്മോനട്ട്. കോസ്മോനട്ട് എന്ന് പറയുന്നത് റഷ്യയിലെ ബഹിരാകാശ സഞ്ചാരികൾ അറിയപ്പെടുന്ന പേരാണ്. അങ്ങനെ ഒരു റഷ്യൻ ബഹിരാകാശ സഞ്ചാരിയാണ് വലേരി വ്ളാഡിമിറോവിച്ച് പോളിയോക്കോവ് എന്ന് പറയുന്ന വ്യക്തി. ഹീ ഈസ് ദ റെക്കോർഡ് ഹോൾഡർ ഫോർ ദ ലോങ്ങസ്റ്റ് സിംഗിൾ സ്റ്റേ ഇൻ സ്പേസ്. ഏറ്റവും കൂടുതൽ കാലം സിംഗിൾ സ്റ്റേയിൽ സ്പേസിൽ ചെലവഴിച്ചിട്ടുള്ള വ്യക്തിയാണ് വലേരി വ്ളാഡിമിറോവിച്ച് പോളിയോക്കോവ് എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് നമുക്ക് ഒരു അഡീഷണൽ പോയിന്റ് കൂടെ നോക്കാം. ദ ഫസ്റ്റ് വുമൺ ഹൂ ഹാസ് സ്പെൻഡ് ദ ലോങ്ങസ്റ്റ് ടൈം ഇൻ സ്പേസ്. ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത ആര് എന്നതാണ് ക്വസ്റ്റ്യൻ. ആരാണ്? ക്രിസ്റ്റീന കോച്ച്. ക്രിസ്റ്റീന കോച്ച് എന്ന് പറയുന്ന വ്യക്തിയാണ് ഏറ്റവും കൂടുതൽ കാലം സ്പേസിൽ സമയം ചെലവഴിച്ചിട്ടുള്ള വനിത. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. ക്രിസ്റ്റഫർ നോളൻ ഈസ് എ വെൽ നോൺ. ഓപ്ഷൻ എ, ഫിലിം മേക്കർ. ഓപ്ഷൻ ബി, സയൻറ്റിസ്റ്റ്. ഓപ്ഷൻ സി, ഫുട്ബോൾ പ്ലെയർ. ഓപ്ഷൻ ഡി, മ്യൂസിഷ്യൻ. ക്രിസ്റ്റഫർ നോളൻ ഏത് മേഖലയിലാണ് ഫേമസ് ആയിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, ഫിലിം മേക്കർ. 2024 പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള ഓസ്കാർ അവാർഡിൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് ലഭിച്ചത് ഓപ്പൺഹൈമർ എന്ന ഫിലിമിനാണ്. അതിൻ്റെ ഡയറക്ടറാണ് ക്രിസ്റ്റഫർ നോളൻ. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ ആസ്ട്രോനട്സ് ഫോർ ഗഗൻയാൻ മിഷൻ റിസീവ്ഡ് ട്രെയിനിങ് ഫ്രം ഡാഷ്. ഓപ്ഷൻ എ, കെന്നഡി സ്പേസ് സെൻറ്റർ. ഓപ്ഷൻ ബി, ജോൺ സ്പേസ് സെൻറ്റർ. ഓപ്ഷൻ സി, യൂറി ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെൻറ്റർ. ഓപ്ഷൻ ഡി, യൂറോപ്യൻ ആസ്ട്രോനട്ട് സെൻറ്റർ. ഗഗൻയാൻ മിഷനിലുള്ള ആസ്ട്രോനട്സിന് എവിടെ നിന്നാണ് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, യൂറി ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെൻറ്റർ. മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാനുള്ള ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ മിഷൻ. അതിലെ ബഹിരാകാശ സഞ്ചാരികൾക്ക് ട്രെയിനിങ് ലഭിച്ചിട്ടുള്ളത് റഷ്യയിലെ യൂറി ഗഗാറിൻ കോസ്മോനട്ട് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നാണ്. ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ നോക്കാം. നാഷണൽ സയൻസ് ഡേ ഈസ് സെലിബ്രേറ്റഡ് എവറി ഇയർ ടു കോമെമ്മറേറ്റ് ഡാഷ്. ഓപ്ഷൻ എ, ദ ബർത്ത്ഡേ ഓഫ് CV രാമൻ. ഓപ്ഷൻ ബി, ദ ലോഞ്ചിങ് ഓഫ് ഇന്ത്യാസ് ഫസ്റ്റ് സാറ്റലൈറ്റ്. ഓപ്ഷൻ സി, ദ ഡിസ്കവറി ഓഫ് ദ രാമൻ എഫക്റ്റ്. ഓപ്ഷൻ ഡി, നൺ ഓഫ് ദ എബോവ്. നാഷണൽ സയൻസ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്തിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി, ദ ഡിസ്കവറി ഓഫ് രാമൻ എഫക്റ്റ്. എന്നാണ് നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്?
ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 1928 സി വി രാമൻ്റെ കണ്ടുപിടുത്തമായ രാമൻ എഫക്റ്റിൻ്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഫെബ്രുവരി 28 നാഷണൽ സയൻസ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. 6th ക്വസ്റ്റ്യൻ നോക്കാം. സൊനൗലി ഈസ് എ പ്ലേസ് വിച്ച് ബോർഡേഴ്സ് ഇന്ത്യ വിത്ത് ഡാഷ്. ഓപ്ഷൻ എ ചൈന, ഓപ്ഷൻ ബി ഭൂട്ടാൻ, ഓപ്ഷൻ സി നേപ്പാൾ, ഓപ്ഷൻ ഡി മ്യാൻമാർ. സൊനൗലി എന്ന് പറയുന്നത് ഇന്ത്യയും ഏത് രാജ്യവും തമ്മിൽ അതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് എന്നതാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി നേപ്പാൾ. 7th ക്വസ്റ്റ്യൻ നോക്കാം. ഛോട്ടാ നാഗ്പൂർ പ്ലാറ്റ്യൂ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ മഹാരാഷ്ട്ര, ഓപ്ഷൻ ബി ജാർഖണ്ഡ്, ഓപ്ഷൻ സി തെലങ്കാന, ഓപ്ഷൻ ഡി രാജസ്ഥാൻ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ജാർഖണ്ഡ്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന നമുക്ക് അഡീഷണൽ പോയിന്റ്സ് നോക്കാം. സ്മോളസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ഇന്ത്യ. ഛോട്ടാ നാഗ്പൂർ ഇന്ത്യയിലെ ഏറ്റവും ചെറിയ പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ. ഇത് സ്ഥിതി ചെയ്യുന്നത് ജാർഖണ്ഡിലാണ്. അടുത്ത പോയിന്റ് നോക്കാം. ലാർജസ്റ്റ് പ്ലാറ്റ്യൂ ഇൻ ഇന്ത്യ. ഡെക്കാൻ പ്ലാറ്റ്യൂ. ഇറ്റ് സ്പ്രെഡ് അക്രോസ് ദ സ്റ്റേറ്റ്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന ആൻഡ് പാർട്സ് ഓഫ് തമിഴ്നാടു. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡെക്കാൻ പീഠഭൂമി. ഇത് സ്ഥിതി ചെയ്യുന്നത് ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര, തെലങ്കാന അതുപോലെ തമിഴ്നാടിൻ്റെ കുറച്ച് ഭാഗങ്ങളിലുമായി സ്ഥിതി ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വാസ് ഫോംഡ് ഇൻ ഡാഷ്. ഓപ്ഷൻ എ 1950, ഓപ്ഷൻ ബി 2000, ഓപ്ഷൻ സി 2021, ഓപ്ഷൻ ഡി 1964. ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ എന്നാണ് രൂപവൽക്കരിച്ചത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് 2021. 2021 ജൂലൈ 6 മിനിസ്ട്രി ഓഫ് കോർപ്പറേഷൻ രൂപവൽക്കരിച്ചത്. അതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ ഫോർ കോർപ്പറേഷനാണ്. പ്രസൻ്റ്ലി അത് അമിത് ഷായാണ്. 9th ക്വസ്റ്റ്യൻ നോക്കാം. ULCCS ലിമിറ്റഡ് ഈസ് റിലേറ്റഡ് ടു ഡാഷ്. ഓപ്ഷൻ എ സ്വാമി ബ്രഹ്മാനന്ദ ശിവയോഗി, ഓപ്ഷൻ ബി സ്വാമി ആനന്ദ തീർത്ഥൻ, ഓപ്ഷൻ സി ശ്രീനാരായണ ഗുരു, ഓപ്ഷൻ ഡി സ്വാമി വാഗ്ബടാനന്ദൻ. ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ആരുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സ്വാമി വാഗ്ബടാനന്ദൻ. അപ്പോൾ ULCCSുമായി വരുന്ന അഡീഷണൽ പോയിന്റ്സ് ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, ഫസ്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി വിച്ച് ഗോട്ട് മെമ്പർഷിപ്പ് ഇൻ ICA ഫ്രം ഇന്ത്യ. ICAയിൽ മെമ്പർഷിപ്പ് കിട്ടുന്ന ഇന്ത്യയിൽ നിന്നുള്ള ആദ്യ പ്രൈമറി സൊസൈറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ഏത് വർഷമാണ് അവർക്ക് മെമ്പർഷിപ്പ് കിട്ടുന്നത്? 2019. അപ്പോൾ അടുത്ത പോയിന്റ് നോക്കാം. എസ്റ്റാബ്ലിഷ്ഡ് 13th ഫെബ്രുവരി 1925. 1925 ഫെബ്രുവരി 13 ഇത് രൂപവൽക്കരിച്ചത്. ഇൻഫ്ലുവൻസർ അല്ലെങ്കിൽ ഫൗണ്ടർ എന്ന് പറയുന്നത് വാഗ്ബടാനന്ദനാണ്. ഊരാളുങ്കൽ ലേബർ മ്യൂച്വൽ എയ്ഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലേറ്റർ റീനെയിംഡ് ആസ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി. ആദ്യം ഇതിൻ്റെ പേര് ഊരാളുങ്കൽ ലേബർ മ്യൂച്വൽ എയ്ഡ് ആൻഡ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നതായിരുന്നു. പിന്നീട് അതിൻ്റെ പേര് മാറ്റിയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി എന്നാക്കി മാറ്റിയത്. അടുത്തത് ഹെഡ് ക്വാർട്ടേഴ്സ് വടകര, കോഴിക്കോട്. കോഴിക്കോടിലെ വടകരയാണ് ഇതിൻ്റെ ആസ്ഥാനം വരുന്നത്. 10th ക്വസ്റ്റ്യൻ നോക്കാം. ഓഫ് ദ 2 ജ്ഞാനപീഠ് അവാർഡീസ് ഫോർ 2023, one is a Sanskrit scholar and the other one is a poet of dash language. ഓപ്ഷൻ എ ഹിന്ദി, ഓപ്ഷൻ ബി മറാത്തി, ഓപ്ഷൻ സി ഉറുദു, ഓപ്ഷൻ ഡി ഒറിയ. 2023 2 ജ്ഞാനപീഠ ജേതാക്കളിൽ ഒരാൾ സംസ്കൃത പണ്ഡിതനാണ്, മറ്റൊരാൾ ഏത് ലാംഗ്വേജിലെ കവിയാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ഉറുദു ആണ്. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അഡീഷണൽ പോയിന്റ് നോക്കാം. ജ്ഞാനപീഠ് 2023 58ാമത്തെ ജ്ഞാനപീഠം അവാർഡാണ് 2023 കൊടുത്തിട്ടുള്ളത്. സാൻസ്ക്രിറ്റ് സ്കോളർ ജഗത് ഗുരു രാമഭദ്രാചാര്യ ആൻഡ് ഉറുദു റൈറ്റർ ആൻഡ് ബോളിവുഡ് ലിറിസ്റ്റ് ഗുൽസാർ. കിട്ടിയിട്ടുള്ളത് 2 വ്യക്തികൾക്കാണെന്ന് നമ്മൾ ആദ്യം പറഞ്ഞു. സംസ്കൃത സ്കോളറായിട്ടുള്ള ജഗത് ഗുരു രാമഭദ്രാചാര്യയ്ക്കും അതുപോലെ ഉറുദു റൈറ്ററും ബോളിവുഡ് ലിറിസ്റ്റുമായ ഗുൽസാറിനുമാണ് 2023 ജ്ഞാനപീഠ് അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 11th ക്വസ്റ്റ്യൻ നോക്കാം. ഡോക്ടർ അദിതി സെൻ ഡേ വോൺ ദ 2023 DG ബിർള അവാർഡ് ഫോർ സയൻറ്റിഫിക് എക്സലൻസ്
ഹർ ഫീൽഡ് ഓഫ് വർക്ക് ഈസ് ഡാഷ്. ഓപ്ഷൻ എ ഫിസിക്സ്, ഓപ്ഷൻ ബി കെമിസ്ട്രി, ഓപ്ഷൻ സി മെഡിക്കൽ സയൻസ്, ഓപ്ഷൻ ഡി ബോട്ടണി. 2023 GD ബിർള അവാർഡ് ലഭിച്ച ഡോക്ടർ അദിതി സെൻ ഏത് മേഖലയിലാണ് പ്രശസ്തയായത് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ഫിസിക്സ്. GD ബിർള അവാർഡ് 50 വയസ്സിൽ താഴെയുള്ള ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ഇന്ത്യൻ വംശജർക്ക് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ അവർ നൽകിയിട്ടുള്ള സംഭാവനകൾ പരിഗണിച്ചുകൊണ്ട് നൽകുന്ന അവാർഡാണ് GD ബിർള അവാർഡ്. അത് 2023 ലഭിച്ചിട്ടുള്ളത് ഡോക്ടർ അദിതി സെൻ. 12th ക്വസ്റ്റ്യൻ നോക്കാം. രാഷ്ട്രീയ ഉദ്യമിത വികാസ് പരിയോജന ഈസ് എയിം ടു പ്രൊവൈഡ് ഡാഷ്. ഓപ്ഷൻ എ എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ്, ഓപ്ഷൻ ബി കമ്പ്യൂട്ടർ ട്രെയിനിങ്, ഓപ്ഷൻ സി ലിംഗ്വിസ്റ്റിക് ട്രെയിനിങ്, ഓപ്ഷൻ ബി ബിഹേവിയറൽ ട്രെയിനിങ്. രാഷ്ട്രീയ ഉദ്യമിത വികാസ് പരിയോജന എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ എൻ്റർപ്രണർഷിപ്പ് ട്രെയിനിങ്. രാഷ്ട്രീയ ഉദ്യമിത വികാസ് പരിയോജന എന്ന് പറയുന്നത് തൊഴിൽ അന്വേഷകരെക്കാൾ തൊഴിൽ ദാതാക്കളെ സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി വന്നിട്ടുള്ള സമഗ്രമായ സംരംഭകത്വ പരിശീലന പദ്ധതിയാണ് രാഷ്ട്രീയ ഉദ്യമിത വികാസ് പരിയോജന. 13th ക്വസ്റ്റ്യൻ നോക്കാം. ഫാലി എസ് നരിമാൻ വാസ് നോട്ടഡ് ഡാഷ്. ഓപ്ഷൻ എ സയൻറ്റിസ്റ്റ്, ഓപ്ഷൻ ബി പെയിൻറ്റർ, ഓപ്ഷൻ സി ജൂറിസ്റ്റ്, ഓപ്ഷൻ ബി ബൊട്ടാണിസ്റ്റ്. ഫാലി എസ് നരിമാൻ എന്ന് പറയുന്നത് ഏത് ഫീൽഡിലുള്ള വ്യക്തി ആണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ജൂറിസ്റ്റ്. സുപ്രീം കോർട്ടിലെ മുതിർന്ന അഭിഭാഷകനാണ് ഫാലി എസ് നരിമാൻ. 14th ക്വസ്റ്റ്യൻ നോക്കാം. ദ മ്യൂസിക് ആൽബം ദിസ് മൂമെൻറ്റ് വിച്ച് വോൺ ദ ഗ്രാമി അവാർഡ് ഫോർ 2024 വാസ് ക്രിയേറ്റഡ് ബൈ ഡാഷ്. ഓപ്ഷൻ എ റസൂൽ പൂക്കുട്ടി, ഓപ്ഷൻ ബി ജാസി ഗിഫ്റ്റ്, ഓപ്ഷൻ സി സമര ജോയ്, ഓപ്ഷൻ ഡി സക്കീർ ഹുസൈൻ ആൻഡ് ശങ്കർ മഹാദേവൻ. 2024 ഗ്രാമി അവാർഡിന് അർഹമായ ദിസ് മൂമെൻറ്റ് എന്ന് പറയുന്ന മ്യൂസിക് ആൽബം ക്രിയേറ്റ് ചെയ്തത് ആരാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി സക്കീർ ഹുസൈൻ ആൻഡ് ശങ്കർ മഹാദേവൻ. അപ്പോൾ ഗ്രാമി അവാർഡുമായിട്ടൊരു പോയിന്റ് നോക്കാം. ദ ഗ്രാമി അവാർഡ് ഈസ് ആൻ അവാർഡ് ഗിവൺ ടു റിക്കഗ്നൈസ് ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സ് ഇൻ മ്യൂസിക് ഇൻഡസ്ട്രി. മ്യൂസിക് ഇൻഡസ്ട്രിയിലെ ഔട്ട്സ്റ്റാൻഡിംഗ് അച്ചീവ്മെൻറ്റ്സിന് നൽകുന്ന അവാർഡാണ് ഗ്രാമി അവാർഡ്. 15th ക്വസ്റ്റ്യൻ നോക്കാം. ഹു വോൺ ദ കേരള ജ്യോതി അവാർഡ് ഇൻ 2023? ഓപ്ഷൻ എ MT വാസുദേവൻ നായർ, ഓപ്ഷൻ ബി ടി പത്മനാഭൻ, ഓപ്ഷൻ സി മമ്മൂട്ടി, ഓപ്ഷൻ ഡി ശ്രീകുമാരൻ തമ്പി. 2023 കേരള ജ്യോതി അവാർഡ് ലഭിച്ചത് ആർക്കാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ടി പത്മനാഭൻ. കേന്ദ്ര സർക്കാരിൻ്റെ പത്മ മോഡൽ അവാർഡ്സിൻ്റെ മാതൃകയിൽ കേരള സർക്കാർ നൽകുന്ന പുരസ്കാരങ്ങളാണ് കേരള അവാർഡ്സ്. അതിലെ ഏറ്റവും ഉയർന്ന ബഹുമതിയാണ് കേരള ജ്യോതി അവാർഡ്. നവംബർ 1 കേരളപ്പിറവി ദിനത്തിലാണ് ഇത് കൊടുക്കുന്നത്. 2022 ആദ്യമായി നൽകിയത്. അത് ലഭിച്ചത് MT വാസുദേവൻ നായർക്കാണ് 2022. 23 ലഭിച്ചത് ടി പത്മനാഭൻ. ദ വിന്നർ ഓഫ് കേരള ജ്യോതി അവാർഡ് ഇൻ 2024. 2024 കേരള ജ്യോതി അവാർഡ് MK സാനു, സാഹിത്യകാരനായ MK സാനുവിനാണ് 2024 കേരള ജ്യോതി അവാർഡ് ലഭിച്ചിട്ടുള്ളത്. 16th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് സിറ്റി ഇൻ കേരള വാസ് സെലക്റ്റഡ് ആസ് ദ മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ ബൈ ദ 12th ആനുവൽ ട്രാവലർ റിവ്യൂ അവാർഡ് 2024? ഓപ്ഷൻ എ കോവളം, ഓപ്ഷൻ ബി മാരാരിക്കുളം, ഓപ്ഷൻ സി വർക്കല, ഓപ്ഷൻ ഡി കൊല്ലം. ആനുവൽ ട്രാവലർ റിവ്യൂ അവാർഡ് 2024 ദ മോസ്റ്റ് വെൽക്കമിംഗ് സിറ്റീസ് ഇൻ ഇന്ത്യ ആയി സെലക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള കേരളത്തിലെ സ്ഥലം ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി മാരാരിക്കുളം. 17th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ വൈൽഡ് ലൈഫ് സാങ്ച്വറി ഇൻ കേരള വിച്ച് ഷെയർസ് ദ ബോർഡർ വിത്ത് കർണാടക ആൻഡ് തമിഴ്നാട്. ഓപ്ഷൻ എ മുത്തങ്ങ, ഓപ്ഷൻ ബി ആറളം, ഓപ്ഷൻ സി ചിന്നാർ, ഓപ്ഷൻ ഡി ശെന്തുരുണി. തമിഴ്നാടും കർണാടകവുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ വന്യജീവി സങ്കേതം ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മുത്തങ്ങ. അപ്പോൾ ബാലൻസ് വരുന്ന വന്യജീവി സങ്കേതങ്ങളുടെ സ്പെഷ്യാലിറ്റീസ് എന്തെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ ആറളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം. ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കണ്ണൂർ ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ നോക്കാം. ചിന്നാർ. കേരളത്തിൻ്റെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന വന്യജീവി സങ്കേതം.
ഇത് ഇടുക്കി ജില്ലയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ചാമ്പൽ മലയെണ്ണാനും നക്ഷത്ര ആമകളും കാണപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. നെക്സ്റ്റ് വൺ, ശെന്തുരുണി. ഒരു വൃക്ഷത്തിൻ്റെ പേരിൽ അറിയപ്പെടുന്ന വന്യജീവി സങ്കേതമാണ് ശെന്തുരുണി. ഇത് കൊല്ലം ജില്ലയിലാണ് സ്ഥിതി ചെയ്യപ്പെടുന്നത്. 18th ക്വസ്റ്റ്യൻ നോക്കാം. നെയിം ദ ഡിസ്ട്രിക്ട് വിത്ത് മാക്സിമം ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള. ഓപ്ഷൻ എ വയനാട്, ഓപ്ഷൻ ബി ഇടുക്കി, ഓപ്ഷൻ സി മലപ്പുറം, ഓപ്ഷൻ ഡി പത്തനംതിട്ട. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഇടുക്കി. അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന 2 അഡീഷണൽ പോയിന്റ്സ് നോക്കാം. ദ ഡിസ്ട്രിക്റ്റ് വിത്ത് ലോവസ്റ്റ് ഫോറസ്റ്റ് ഏരിയ ഇൻ കേരള. കേരളത്തിൽ ഏറ്റവും കുറവ് വനമുള്ള ജില്ല ഏതാണ്? അത് ആലപ്പുഴയാണ്. നെക്സ്റ്റ് പോയിന്റ്, ഇൻ ടേംസ് ഓഫ് പെർസെൻറ്റേജ് ഓഫ് ദ ഡിസ്ട്രിക്ട് ഹാസ് ഹയസ്റ്റ് ഫോറസ്റ്റ് ഏരിയ. ശതമാന അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ വനമുള്ള ജില്ല ഏതാണ്? ആൻസർ വയനാട്. 19th ക്വസ്റ്റ്യൻ നോക്കാം. മണിപ്രവാളം ഈസ് എ ലാംഗ്വേജ് കമ്പോസ്ഡ് ഓഫ്. ഓപ്ഷൻ എ മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ്, ഓപ്ഷൻ ബി മലയാളം ആൻഡ് തമിഴ്, ഓപ്ഷൻ സി സാൻസ്ക്രിറ്റ് ആൻഡ് തമിഴ്, ഓപ്ഷൻ ഡി മലയാളം തമിഴ് ആൻഡ് സാൻസ്ക്രിറ്റ്. മണിപ്രവാളം എന്ന് പറയുന്നത് ഏതൊക്കെ ലാംഗ്വേജുകൾ കൂടി ചേരുന്നതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ എ മലയാളം ആൻഡ് സാൻസ്ക്രിറ്റ്. 13ാം നൂറ്റാണ്ടിൽ മലയാളവും സംസ്കൃതവും ഇടകലർത്തിയുള്ള ഒരു കാവ്യരീതി ആവിർഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ പേരാണ് മണിപ്രവാളം എന്നത്. 20th ക്വസ്റ്റ്യൻ നോക്കാം. കോംപ്രിഹെൻസീവ് എംപ്ലോയ്മെൻറ്റ് റീഹാബിലിറ്റേഷൻ സ്കീം ഫോർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ് ഇംപ്ലിമെൻറ്റഡ് ബൈ സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചസ്. ഓപ്ഷൻ എ ശരണ്യ, ഓപ്ഷൻ ബി കൈവല്യ, ഓപ്ഷൻ സി കാരുണ്യം, ഓപ്ഷൻ ഡി പ്രത്യാശ. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് വഴി കേരള സർക്കാർ ഭിന്നശേഷിക്കാരുടെ പുനരധിവാസത്തിന് വേണ്ടി നടപ്പിലാക്കുന്ന സമഗ്രമായ തൊഴിൽ പദ്ധതി ഏതാണ് എന്നതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി കൈവല്യ. അപ്പോൾ ബാലൻസ് ഓപ്ഷൻസുമായി റിലേറ്റ് ചെയ്ത് വരുന്ന അഡീഷണൽ പോയിൻറ്റ്സ് ഏതെല്ലാം എന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ശരണ്യ. ശരണ്യ ഈസ് ദ ന്യൂ സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീം ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സ്റ്റേറ്റ് ഗവൺമെൻറ് ഫോർ അപ്ലിഫ്റ്റിംഗ് ദ മോസ്റ്റ് ബാക്ക്വേർഡ് ആൻഡ് സെഗ്രിഗേറ്റഡ് വുമൺ ഇൻ ദ സ്റ്റേറ്റ്, നെയിംലി വിഡോസ്, ഡിവോഴ്സ് എക്സെട്ര. സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന വനിതകളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള സെൽഫ് എംപ്ലോയ്മെൻറ്റ് സ്കീമാണ് ശരണ്യ. നെക്സ്റ്റ് വൺ, കാരുണ്യം. കാരുണ്യം ഈസ് എ സ്കീം ഓഫ് കേരള ഗവൺമെൻറ് that provides financial assistance for health care and other needs. ആരോഗ്യ സംരക്ഷണത്തിനും മറ്റ് ആവശ്യങ്ങൾക്കുമായി സാമ്പത്തിക സഹായം നൽകുന്ന കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് കാരുണ്യം. നെക്സ്റ്റ് വൺ, പ്രത്യാശ. The Pratyasha scheme is a program by the Kerala government to help people in need, including those who are residents of other states in India. ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളിൽ താമസിക്കുന്നവരുൾപ്പെടെയുള്ളവർക്ക്, ദുരിതം അനുഭവിക്കുന്നവർക്ക് സഹായം നൽകുന്നതിന് വേണ്ടിയുള്ള കേരള ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ് പ്രത്യാശ. ഇത്രയുമാണ് പ്രധാനപ്പെട്ട പോയിൻറ്റ്സ്. ഓക്കെ, താങ്ക് യു.